ഗൈസ് വാട്ട്സ്ആപ്പ് അപ്പോൾ വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമേഴ്സ്. ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാഡ് ഔട്ട് 2 ആയിട്ടാണ്. ഓൺലൈൻ ഗെയിം പ്ലേ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരണ രീതി. മൾട്ടിപ്ലെയറിന് നമുക്ക് കളിക്കാം. ഇപ്പോൾ ഇന്ന് വലിയ തീരുമാനങ്ങളൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെ ആവുമെന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ തന്നെ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാൻ ഈ സംഭവം പ്ലേ ചെയ്യണത്. നമുക്കിപ്പോൾ വീടൊന്നും നമ്മളിപ്പോൾ ഒരു അനാഥനാണ്, വെറും അനാഥൻ. എന്താ പറയുക, മെഡിക്കൽ ഗേറ്റ് എന്തിനാ? ഓക്കെ, നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റുമോ? നമുക്ക് ഈ വണ്ടി പോലീസല്ലല്ലോ, അല്ല. ചേട്ടാ ഇറങ്ങും മതിടാ, ഇറങ്ങടാ. ഇറങ്ങടാ. നീ എന്ത് പട്ടി ഷൂ കാണിക്കണം? നീ വീണിട്ട് അത് നമ്മുടെ പിന്നാലെ ഉണ്ടോ? ഉണ്ടല്ലോ. പൊക്കോ, എനിക്കില്ല വണ്ടി. ഏകദേശം ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡ് പോണ വണ്ടിയാണ്. പക്ഷെ ഇതൊന്നും പോരാ. നമുക്ക് ഈ ഒരു സിറ്റിയിൽ നല്ലും വളരണം, നല്ലൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടണം. നമുക്കൊരു എല്ലാവരും നമ്മുടെ പേര് കേൾക്കുമ്പോൾ ഞെട്ടി മുള്ളണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വരെ ജോബ് എടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 35,000 ഉള്ളൂ. അത് ഈ ഗെയിമിൽ കയറുന്ന കാശ് എന്നാലും കുറവാണ്. അതൊക്കെ നമ്മുടെ ഒരു കുറച്ച് ഗ്രോസറിയും സാധനങ്ങളൊക്കെ വീടൊക്കെ മേടിക്കണം. ഒരു ഗ്രോസറിയൊക്കെ മേടിക്കുമ്പോഴേക്കും 35,000 തീരും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വീട് നോക്കിയേക്കണം. എന്നിട്ട് ആ വീട് നമുക്ക് വാങ്ങണമെങ്കിൽ ആദ്യം അതിൻ്റെ കാശും സാധനങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഹൗസ് 23 ഉണ്ട്. ഇവിടെ ഒരു പ്ലോട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിന്ന് ഇറങ്ങി നോക്കിയാലോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാറ് വാങ്ങാൻ. ഓക്കെ, ഇതെന്താ? എസ്റ്റേറ്റ് ഷോപ്പ്. 50,000 അല്ല, 50 കോടി രൂപയാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ 35 നമുക്ക് ചെറിയ വീടുകളുണ്ടോ? ഇതിന് 4,000. ആ പാട്ടൊക്കെ എന്താ 4,000, 10,000, 20. ഗൈസ് ഒന്നും നല്ലതില്ല. ഇതിനൊക്കെ കുറേ ഉണ്ടല്ലോ. 50-ൻ്റെ എന്തായാലും വേണ്ട. 10, 5-ൻ്റെ ഒക്കെ ഉണ്ട്. 5. ഇത് 2,50,000 ഉണ്ട്. പക്ഷെ ഇത് പോരാ ഗൈസ്. നമുക്ക് ഇച്ചിരി വലിയ വീട് തന്നെ വേണം. നമുക്ക് ഇത് എയിം ചെയ്യാം. 10 വേണം. 10 കോടി വേണം ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പിടിക്കും, മാക്സിമം ഷെയർ ചെയ്ത് സബ് ചെയ്യും. ഇപ്പോൾ 60 നമ്മുടെ കയ്യിൽ കാശ് വേണ്ട. ഇപ്പോൾ 60 ഉണ്ട്. ഒന്നും കൂടി പ്ലേ ചെയ്യാം. എന്തായാലും ഇപ്പോൾ കീ വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോയിൻസ് ഒന്നും ഇല്ല. എന്തായാലും ഗ്രാഫിക്സ് സെറ്റാട്ടോ. പാർട്ട് ഓഫ് ഇട്ട് ഗ്രാഫിക്സ് സെറ്റാണ്. ഞങ്ങൾക്ക് പാട്ടും മറ്റേ സൈലൻസറൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹെഡ്സെറ്റ് ഇട്ടപ്പോൾ എനിക്ക് കേൾക്കാനില്ല. എന്താണോ അപ്പോൾ ഇതേതുകൊണ്ട് ടെസ്ലയാണോ ഗൈസ്? അല്ല, മറ്റേ ക്യാമറയൊന്നും വേണം അല്ലേ? ഓക്കെ, നമ്മളേതോ ഒരു പാട്ട വണ്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അത്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടീ ഷോപ്പാണ് കേട്ടോ. നമുക്ക് ചായ കുടിക്കണോ? ചായ കുടിക്കാൻ കാശ് വേണ്ട. കാരണം ഞാനിപ്പോൾ ഷുഗർ കട്ടിലാണ് ഗൈസ്. ഷുഗർ കട്ട് ചെയ്തൊക്കെ, അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കണല്ലോ. പകരം നമ്മൾ വല്ല ജോബ് ഉണ്ടോ എന്ന് നോക്കണം ആദ്യം അവിടെ പോയിട്ട്. ഇവിടെ പണ്ട് ഞാൻ മാഡ് ഔട്ട് 1 കളിക്കുമ്പോൾ അതിൽ എന്താ പറയുക, ഈ ടാക്സിയുടെയും അതിൽ പല ജോബ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വണ്ടി നല്ല മെയിൻറ്റെയിൻ ആയത് കൊണ്ടുപോകണം. ഓക്കെ, ഇത് എവിടെ ഇടിക്കാണ്ടൊക്കെ കൊണ്ടുപോകണം. കാരണം എൻ്റെ അമ്മ ഇടിച്ച് കഴിഞ്ഞത് എന്താ സംഭവം? ഹോസ്പിറ്റലാണോ? ഓക്കെ, ഇപ്പോൾ ഏതോ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത്. അതെ, ഹോസ്പിറ്റൽ. ഡോക്ടറായിട്ട് ജോലി കിട്ടുമോ നമുക്ക്? കിട്ടില്ല അല്ലേ? വണ്ടി ലോക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്താ ചെയ്യാം. പക്ഷേ നമുക്കപ്പോൾ മാപ്പ് എടുത്തിട്ട് നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഉണ്ടാവും പല ജോബുകളും ഉണ്ടാവും. ഇവിടെ ഒരു ജോബ് പോലും പക്ഷെ കാണിക്കണില്ലല്ലേ. ഇതെന്താ ഈ സംഭവം? റേസിംഗ് ആണോ? ഡ്രൈവിംഗ് സ്കൂൾ വേണമെന്നില്ല. ഡ്രൈവിംഗ് സ്കൂളൊന്നും വേണ്ട കേസ്. നമുക്ക് പക്ഷേ ജോലി കിട്ടണം. ജോലി കിട്ടാനുള്ള വല്ല സാധനം നമ്മൾ ചെയ്യണം. മാർക്കേഴ്സ് ടാർഗറ്റ്സ് പ്രൊഫഷൻ സോൺസ് റിയൽ വെച്ചിട്ട് ഇതൊന്നും ഇവിടെ കാണാനില്ലല്ലോ ഗൈസ്.
ഒരു എന്താ പറയുക ഇതുപോലും ഇല്ല. പാർക്കിങ്ങിൽ എന്താ സംഭവം? എനിക്ക് ജോബ് വേണം. ജോബിന് പണ്ടൊക്കെ കുറേ പോലീസ് ജോബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി. എന്താ സംഭവം? ഓൺലൈൻ റേസിംഗ്. ഇതെന്താ ജോബ് സിറ്റി പ്ലാസയാണത്. എന്താ ജോബാണ് തോന്നുന്നു. നമുക്കൊന്ന് പോയേക്കാം കഴിച്ച്. എന്തായാലും ഞാൻ മാപ്പൊക്കെ ഇട്ടുണ്ട്. വണ്ടി ഇട്. അപ്പം ഈ വണ്ടി വേറെ ആരും കൊണ്ടുപോകാണ്ട് നമുക്ക് നോക്കണം. അതും കൂടി നമ്മുടെ ഒരു കയ്യിലാണ്. അതാ ഞാനിങ്ങനെ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കണം എപ്പോഴും. ശരി, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ തരുന്ന കമ്പനി വണ്ടികളും ഉണ്ടാവുമല്ലോ, നമുക്കത് എടുക്കാം. ഇതെന്തായാലും നമ്മുടെ അല്ല. ഇതാടാ നീ റൂള് തെറ്റിക്കണം. ഓക്കെ, എന്തായാലും അവൻ റൂള് തെറ്റിക്കണം. ഇതാടാ വണ്ടി ഇടണോ ഇല്ലടാ നിനക്ക്? ഗ്യാസ് വഴി തെറ്റിപ്പോയി. വണ്ടി ഒന്നും വരാണ്ട് അങ്ങോട്ട് ചാടുകയാണ് ഇടയിൽ. റൂളും തെറ്റിച്ച് അവിടെ ഇവിടെ ഇടിച്ചൊക്കെ പോകണം. നമ്മളാണെങ്കിൽ മാനായിട്ട് പതുക്കെ വളവിലൊക്കെ ഭയങ്കര സ്പീഡ് കുറച്ചാണ് നമ്മൾ എടുക്കണമല്ലോ ഗൈസ്. റൂളൊക്കെ തെറ്റിക്കുക. നമ്മൾ ഒരിക്കലും റൂള് തെറ്റിക്കില്ല കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. ഇതെന്ത് വണ്ടി? അയ്യേ എടാ എന്താടാ ഒരു സീബ്ര ക്രോസിങ് പോലും ഇല്ല. എടാ എൻ്റെ വണ്ടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ? ഞാനിവിടെ ഒരു ദിവസം വലുതാവും. എല്ലാവരും ബോധമില്ലാണ്ട് റൂളൊക്കെ നോക്കാണ്ടൊക്കെ ഓടിക്കണം. നമ്മളിതിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ റൂളൊക്കെ പാലിച്ചിട്ടേ ഉള്ളൂ. അതിന് ഇവിടുത്തെ പോലീസായാലും ചീഫ് മിനിസ്റ്റർ എനിക്ക് മറ്റെന്താ പറയുക ക്യാഷ് പ്രൈസ് തരണം 1 കോടി അങ്ങനെ ചെയ്തതിന്. ഇവന്മാരൊക്കെ എന്താടാ പതുക്കെ പോവും. എന്നിട്ട് ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് കളിക്കും പതുക്കെ പോയിട്ട്. എന്നിട്ട് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മാറത്തുമില്ല. എന്നാൽ മാറുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇതായിരുന്നു. എൻ്റെ അമ്മോ, ഇത് കുറേ പോകണ്ട. എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ഓടിച്ച് പോകാം. അയ്യാ, ഓടിച്ചില്ല ഭാഗ്യം. നമ്മൾ ഇടിക്കാണ്ട് പോകും. നമ്മൾ പ്രൊഫഷണലാണ് ഗൈസ്. എന്താ റെയിൽവേ ഗേറ്റ് ഇങ്ങനെ ക്രോസ് പോലെ ഇരുന്നു. ഓ ട്രെയിൻ, റെയിൽവേ ഗേറ്റ്. ഓ ഗ്രാഫിക്സ് നോക്കിയ മച്ചാനെ, എന്താ അല്ലേ ഗ്രാഫിക്സിൻ്റെ ഒരു വളർച്ചയെ. മാഡ് ഔട്ട് 1 മറ്റേ ഭയങ്കര ലാഗായിരുന്നു. പക്ഷേ ഇത് പിന്നെയും കുഴപ്പം. ഇവന്മാരൊക്കെ കയറുമ്പോൾ എനിക്ക് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ ഇത് താറുമാണ്. വേറെ ആംഗ്ലറാ കുറേ ഉണ്ട് ഈ സ്ഥലം. ഇന്നങ്ങനെ ഓടിച്ചെത്തിയാൽ മതിയായിരുന്നു. എടാ ചേച്ചിക്കെങ്കിലും പറ്റിയ ഒരു ബോധം ഇല്ലാണ്ടൊക്കെ ആൾക്കാർ വരണത് വണ്ടി ഓടിക്കാൻ. അതേ പോണ അടുത്തത് ഇടിക്കാൻ. അയ്യോ പോലീസുകാരന് ഗൈസ്. ഈ ഒരു ഗെയിമിൽ പോലീസുകാർ ഇടിച്ചു കഴിഞ്ഞാൽ നല്ല പാടാണ്. പിന്നെ അവന്മാർ നമ്മളെ ചേസ് ചെയ്യാണ്ട് വിടൂല. അതാണ് ഇവിടുത്തെ ആൾക്കാർ പോലീസുകാർ. ഓ എത്താറായി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ടാക്സി ഡ്രൈവിങ് എന്താ പറയുക ഇത് പ്ലേസ്. ഇവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ ടാക്സി ഓടിക്കാനുള്ള ജോബ് കിട്ടും. പക്ഷെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എവിടെയോ ആണ്. ഇത് 81 മീറ്ററോ? അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കിടക്കണേ? മാറ് എനിക്കിവിടെ അങ്ങനെ വണ്ടി ഇതിനെ മുകളിലേക്ക് കയറ്റി. അയ്യോ ചേട്ടാ, എൻ്റെ വണ്ടി ഇച്ചിരി നല്ല വണ്ടിയാണ്, അപ്പോൾ അതാണ്. ഓക്കെ നമ്മുടെ വണ്ടി വിളിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ജോലിയൊന്നും കിട്ടുന്ന സംഭവമില്ലല്ലോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? കമോൺ ഐ ആം ജോലിക്കാരൻ. ഇതൊരു ഈ സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറും. വാട്ട്? വൈദ്യുതി ഇവിടെ ജോലി ഇല്ല. ഇവിടെ ആൾക്കാരൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ട്. എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഇത് റെസ്റ്റോറൻ്റ് ആണോ ഗൈസ്? എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല റെസ്റ്റോറൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ. ഇത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. യെസ്, ദിസ് ഈസ് നോട്ട് എ പ്ലേസ് വേർ വി ഗെറ്റ് ജോബ്സ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ റെസ്റ്റോറൻറ്റ് ഗൈസ്. ഇത് റെസ്റ്റോറൻറ്റാ. നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ വിചാരിച്ചു
അത് ഏ വാട്ട പരിഷ്കാരം ഗൈസ്. നോക്കൂ, ജസ്റ്റ് ആ മറ്റേ ടേബിളവിടെ പോയി ഇടിച്ചതാ, അപ്പോഴേക്കും നമ്മൾ കുഴങ്ങി മറങ്ങി വീണ്. പോട്ടെ പോട്ടെ പോട്ടെ. മര്യാദയ്ക്ക് ഡോറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമ്മൾ എത്തൂലേ ഗൈസ്. എനിക്ക് ആകെ കൺട്രോൾ തെറ്റിയിരിക്കണ കണ്ടോ. അയ്യോ, ഇതൊന്നും ഇടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റില്ല. അത്രയ്ക്ക് പൊട്ടയൊന്നും അല്ല നമ്മളെ വണ്ടി. ഇതെന്താ അത്? ഇതെന്തേ സംഭവം? എൻ്റെ ആളിയെ മസ്താങ്ക് നോക്കിയ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആ വണ്ടി പോരാ, പക്ഷെ മസ്താങ്ക് അടിപൊളിയായിരുന്നു. ഈ ടാക്സി ഡ്രൈവിംഗ് ഷോപ്പിൽ നമുക്ക് വല്ലതും കിട്ടുമോ ചേട്ടാ? ജോലി ഉണ്ടോ? ജോലി എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും ചേട്ടാ. എനിക്ക് വണ്ടി ഓടാണെങ്കിൽ വെച്ചിട്ട് ആ ചേട്ടന്മാരടിച്ച് ചോദിച്ചിട്ട് വരാം. വണ്ടി പോവാണ്ടി മതി എവിടെങ്കിലും. ഇതൊക്കെ എന്തോ അവിടെ എല്ലാം ഹോണ്ടഡ് പ്ലേസ് പോലെയാണല്ലോ. ബെസ്റ്റ്. ഒരു കാര്യമില്ലാണ്ട് റൂമൊക്കെ ഉണ്ടാകും ഇവിടെ. ഒറ്റ ഒരുത്തനില്ല ഇവിടെ. എല്ലാം അങ്ങനെ ഹോണ്ടഡ് പ്ലേസുകൾ. അയ്യേ, എനിക്കാണെങ്കിൽ ഭ്രാന്ത് തീർന്നു മനുഷ്യൻ. ഒരു ജോലിയും കേട്ടാണ് നമ്മളെങ്ങനെ ഇതാവാനാ? ഈ സംഭവം എന്താ? സെൻട്രൽ എവറി വൺ ഹാസ് എ പ്രൈസ്. വാട്ട്സ് എ പോർ തിങ് എവറി വൺ നോ. ഓക്കെ ഓണർ സെൻട്രലാണ്. ഡിഫിക്കൽട്ട് ഹാളാ. ക്യാപ്ചർ ഡിസ്ട്രിക്ട്സ് അപ്ഗ്രേഡ്. നമുക്കെന്തോ റിക്വയർമെൻറ്റ് ഓഫീസേഴ്സ് ബിഫോർ യു ക്രോസസ് ആസ്ക് യുവർസെൽഫ് വൺ തിങ്. ഓക്കെ, നമുക്കൊന്ന് ഇവരുടെയിലൊന്ന് ജോയിൻ ചെയ്യും. ഇവരെന്തോ ഗ്യാങ് അങ്ങനത്തെ എന്തോ സെൻട്രൽ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. നമ്മുടെ ഈ വണ്ടിയും ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് കയറ്റണം. പക്ഷേ കയറ്റിൽ നമ്മൾ കയറി ഇടിക്കും ഗൈസ്. നമ്മൾക്ക് റൂളും വാഴയൊന്നും ഒന്നുമല്ല. നമ്മളത് അനുസരിച്ചാലും ഇല്ലെങ്കിലും അത് ഒരേപോലെ ആയിരിക്കും. സോറി, യു ആർ എ നോർമിയ. അവർ സ്ക്വാഡ് isn't for you. You enjoy life too much. Your aesthetic trash seen our meetups in malls and thought you could roll with us. Bad news. It's not that easy. You're ready to sacrifice everything just to stop being like everyone else. നമ്മളെ വെല്ലുവിളിക്കണം. ഇനി നിങ്ങൾ ഇരിക്കൂല മോനെ. ഇതേ എൻ്റെ വാക്കാ. 15-60 അത്ര പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഇരിക്കുന്ന പ്രശ്നവുമില്ല. ഇനി ഞാനായിരിക്കും ഇവിടുത്തെ ഗ്യാങ്സ്റ്റർ പ്ലസ് ഹീറോ. ഞാൻ ആൾക്കാരെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ നിന്നെ പോലത്തെ ഉള്ളവന്മാരെയൊക്കെ തോപ്പിച്ച് കളയുകയും ചെയ്യും. നോക്കിക്കോ, ഞാൻ ഒരു പ്രാവശ്യം കുറേ സാധനങ്ങൾ, വീടുകൾ വാങ്ങി, വണ്ടി, മസ്താങ്, അങ്ങനത്തെ പല സാധനങ്ങളും വാങ്ങേണ്ടത്. നമുക്ക് ഇതൊക്കെ ഒരു പുത്തരിയാണോ? എനിക്കറിയില്ല. അതൊക്കെ നമ്മളിതൊന്നും പേടിച്ചിട്ട് അല്ല, ഇതൊക്കെ കഴിഞ്ഞ് വളർന്നവനാണ് ഈ പ്രോ ഗെയിമേഴ്സ്. നമുക്കിതൊക്കെ സിമ്പിളാടാന്ന് പറയാൻ വേണ്ടി വന്നതാ. പക്ഷേ എൻ്റെ അമ്മോ, ഒരുത്തിനെ ഇടിച്ചിട്ട് വണ്ടി ഇങ്ങനെയായ. എടാ, ചോന്ന ഷർട്ടിട്ട് ഒരു ഇതുമില്ലാണ്ട് ഗൈസ് വണ്ടി ചളങ്ങി ഫ്രണ്ട് ഫുള്ള്. മാറക്കടാ. എൻ്റെ അമ്മോ, എല്ലാം കൂടി നമ്മുടെ മണ്ടക്കാണല്ലോ വീണത്. തൊപ്പിട്ട മനുഷ്യൻ. ചേച്ചി മാർഗം. ആ ചേച്ചിയുടെ തലയിൽ എന്താണോ സ്ക്വയറായിട്ട് ഇരിക്കുന്നത്? ഇനി എന്താ വേണ്ടത്? ക്യാപ്ചർ എന്താ? ഓക്കെ ഗൈസ്, ഇത് പിടിച്ചു കഴിഞ്ഞാലേ നമുക്കെന്തോ കിട്ടുന്നുണ്ട് കേട്ടോ. 200 ബുള്ളറ്റ് കിട്ടും നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് തന്നെ, ഇവിടെ അടുത്താണ്. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം പോയിന്റ്. അതല്ലേ നമ്മുടെ ഇവിടെ ഉള്ള കാണിക്കണേ. ഇപ്പം അപ്പുറത്ത് എന്തൊരു നീല സംഭവം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ എന്താ ഉള്ളത് ഗൈസ്? എന്താടാ? നീ എന്താണ് ഈ പ്രോ ഗെയിമേഴ്സിനെ പറ്റി നീ എന്താണ് വിചാരിച്ചേ? നീ എന്താ വിചാരിച്ചേ? പ്രോ ഗെയിമേഴ്സ് ആടാ ഞാൻ അങ്ങനെ ഇങ്ങനെയും വീഴുന്നവനൊന്നല്ല. ഈശ്വര, ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ വണ്ടി പവറാ. എൻ്റെ വണ്ടി നിങ്ങളല്ലേടാ പൊട്ടിച്ച്. എന്തായാലും ഓടിച്ച് പേടിച്ച് പോണാടാ നീ.
നീ 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 പേടിച്ച് പോണാ? നീ പേടിച്ച് പോണാടി? എൻ്റെ ഇത് പണിയാണല്ലോ ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടാവും റെഡി? നല്ലതായിട്ടില്ലേ? നമ്മുടെ വണ്ടി തവിട്ട് പൊട്ടിയായിട്ടുണ്ട്. ഇതും കൂടി എങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. കാരണം നമുക്ക് സ്പീഡ് കിട്ടണില്ല. കണ്ട സ്പീഡ് കിട്ടണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയണത് വേറൊന്നല്ലേ, വണ്ടി ചാവാറായി എന്നർത്ഥം. അപ്പോൾ പോയിട്ട് വണ്ടി പുതിയതാണ്. നമുക്ക് ഇത് എങ്ങനെയെങ്കിലും, ഇതിപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ ഈ എനിമീസ് ആണല്ലോ. നമ്മൾ പ്രോ ഡ്രൈവിംഗ് മൊമെൻറ്റ്സ് ആണ് ഗൈസ് പ്രോ ഗെയിമേഴ്സിൻ്റെ. നമ്മൾ 3, 2, 1 പ്രോ ഗെയിമേഴ്സ്. മണ്ടക്കെല്ലാം വീണുണ്ട്. സ്റ്റണ്ട് റേസുകാർ പോലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഉറപ്പാ. ബൂട്ട് സ്പേസ് ഒക്കെ തുറന്നു തരണം നമുക്ക്. ഈ സാധനം പോയി കണ്ടിരുന്നാൽ മതിയായിരുന്നു. മര്യാദയ്ക്ക് അവിടെ മാന്യമായുള്ള ജോലി ചെയ്താൽ മതിയായിരുന്നു. വെറുതെ ഞാൻ ഓരോരോ ഈ ടൈമൊന്നും എപ്പോഴെങ്കിലും കളയാണ്. അയ്യോ, ഞാൻ മാപ്പ് നോക്കിയാണ് പോയത് ഗൈസ്. അതാ ഞാൻ വണ്ടിയുടെ പവറാണ് ഗൈസ്, അതാണ്. പക്ഷെ 200 ഇങ്ങനെ ടച്ച് ചെയ്യണമെങ്കിലോ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസവഞ്ചന എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചേട്ടാ മാറി 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 മാറി. സ്റ്റാർ വരാത്ത ഭാഗ്യം. എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ലേ. പ്ലീസ് ഒന്ന് മാറോ ചേട്ടാ, പ്ലീസ്. താങ്ക് യു കേട്ടോ. പോലീസുകാർക്കൊന്നും കേസ് കൊടുക്കല്ലേ ചേട്ടാ. ആ വണ്ടി എടുത്തോ, ആ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല ക്ലച്ച് ഉണ്ട്. എന്തായി പോയാ? ലിറ്ററലി നമ്മുടെ വണ്ടി എടുത്തോ അയാൾ? ഇല്ല കേസ്, നമ്മുടെ ാണ് ഒരച്ചുകൊണ്ടുപോയി. ഓക്കെ, നമ്മളിത് ട്രാക്ക് കൂടെയാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് സുഹൃത്തുക്കളായി. അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് ചാടുകയല്ലേ. ചാടുക അങ്ങനെ ചാടുന്നതല്ല, ഇങ്ങനെ പതുക്കെ ആരൊക്കെ എൻ്റെ പിന്നാലെ. നമുക്ക് 5 സ്റ്റാർ ഉണ്ടാക്കണം. 5 സ്റ്റാർ കഴിക്കൂ. രാത്രി ആയിട്ടാ, രാത്രി സീനാവും. ഇപ്പോൾ മിക്കവാറും എന്ത് പോലീസുകാരെ വണ്ടി എടുത്ത് വാടാ എന്നെ പിടിക്കടാ. നീ ആണാണെങ്കിൽ എന്നെ പിടിക്കണം. എവിടെ നീ എവിടെ? നീ മോനൂസ് എന്ത് പറ്റിയടാ? 2 സ്റ്റാറോ? അതെന്താ മോനെ അത്? എനിക്കറിയത്തില്ല കേട്ടോ. ഓഹോ, ഡോറ് നീ പിടിച്ചു വലിക്കും അല്ലേ? എന്നെ നീ എന്തു വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ വണ്ടീനെ നീ ഉപദ്രവിച്ചുണ്ടല്ലോ മോനെ. എൻ്റെ കഥവിനെ ഞാനാ കുറിച്ചേക്കണത് കണ്ട. ഇടിച്ച് പാപ്പരാക്കിയാലോ നമുക്ക് അവനെ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു സംഭവം. പക്ഷെ നമ്മളും വിട്ടുപിടിക്കില്ല ഗേൾസ്. നമ്മൾ അങ്ങനെ എങ്ങനെയൊന്നും. അയ്യേ, ഈ മാട്ട വണ്ടിയിലാണോ പോലീസുകാർ വന്നത്? ഇങ്ങനെ ദാരിദ്ര്യം പിടിക്കാൻ പാടില്ല കേട്ടോ പോലീസ് മച്ചന്മാര്. നിങ്ങളിങ്ങനെ ദാരിദ്ര്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർ നിങ്ങളെ കളിയാക്കിയിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഇളക്. മരുഭൂമിയിൽ വെച്ച് പോലീസുകാർ നമ്മളെ പിടിക്കാൻ വന്നപ്പോൾ നമ്മൾ പോലീസുകാരെ ഇട്ടിട്ട് കൊന്നു. യെസ്, 25 ലൈക്സും കിട്ടി. ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ കാണുന്നവരൊന്നും ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ് മറ്റേ പോലീസുകാർ വരാത്തെന്നാണ് പോലീസുകാർ എന്നോട് പറഞ്ഞത്. ഇതൊരു ഓമിനി എടുക്കണം. ഈ ഓമിനി എടുത്താലേ പോലീസുകാർ മിനി കൂപ്പറിൽ തോന്നുള്ളൂ. വേണോ? വേണ്ടല്ലേ. അതായത് അയാൾ ഇവിടെ ഇരിക്കണായിരുന്നാ. ഞാനും വിചാരിച്ചു എന്ത് ഇയാളെ കാണാത്തത്. ചേട്ടാ, ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വണ്ടീനെ പിടിക്കാൻ പറ്റൂല ചേട്ടാ. ഇച്ചിരി സ്പീഡിലൊക്കെ ഓടണം. അപ്പം ബാക്കി പോലീസുകാരെവിടെ? നിങ്ങൾ തന്നെ ഞാൻ ചോദിച്ചു കാണിച്ചത്. നിങ്ങൾ തന്നെ ചോദിച്ചു ചേട്ടാ ബാക്കി പോലീസുകാരെവിടെ? മോനെ, അത് ബാക്കിയുള്ളവരൊന്നും ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ്. കണ്ട പോലീസുകാർ തന്നെ പറഞ്ഞു ബാക്കിയുള്ളവർ ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ്. ഇയാളെന്താ ചാവാത്ത? ചത്ത്
ഗൈസ് അങ്ങനെ 2 സ്റ്റാറിൽ ഇപ്പോഴും ആരും വന്നിട്ടൊന്നുമില്ല. നമുക്കിവിടെ സ്റ്റണ്ട് അടിച്ച് കേൾക്കാം. ആരെങ്കിലും വരുമോ നോക്കട്ടെ. ആൻഡ് ഓക്കെ, നമുക്കിവിടെ റാമ്പും കൂടി ഉണ്ട് കേട്ടോ. ആ റാമ്പും കൂടി നമുക്കൊന്ന് പടച്ചാലോ ഗൈസ്, ഗിയർ ഇട്ടിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട്. അത് പിടയ്ക്കേണ്ടതല്ല, അതും മിനി കൂപ്പറൊക്കെ കയ്യിലിരിക്കുമ്പോൾ. ഇമാതിരി വണ്ടി ഇരിക്കുമ്പോൾ അതൊക്കെ പിടയ്ക്കേണ്ടതാണല്ലോ ആ സാധനങ്ങളൊക്കെ. ആ റാമ്പ് എന്ത് എടാ, നമ്മൾ വന്നിട്ടേ ഉള്ളൂ. നമ്മൾ റേസ് കളിച്ച് വന്നതൊന്നുമല്ല. വെറുതെ മേശപ്പൂവൊക്കെ എന്താ പറയുക, കോണൊക്കെ വേസ്റ്റൊക്കെ പറയുക. ആ റാമ്പ് കണ്ടില്ല, ആ അറ്റത്തിരിക്കണം ആ റാമ്പ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചോ, ആക്സിലറേഷൻ പിടിച്ചോ. പോട്ടെ ഗായ്സ്, 100ൽ പോവാണ് ഗായ്സ്. നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ് എല്ലാം ചെയ്തോ. നമ്മളെ പറത്തി അങ്ങോട്ട് വിട്ടോ. പോരാ ഇതൊന്നും പോരാ. എന്നാലും ഈ വണ്ടിക്ക് 120 വണ്ടില്ല, ഞാൻ ഫുൾ ആക്സലേഷൻ എടുത്ത് പോയി അതാ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതേ സംഭവമായിട്ട് വരുന്നുണ്ടാവും. വരികയാണെങ്കിൽ തന്നെ ഇതേ സ്റ്റാറൊക്കെ വന്നു തുടങ്ങി. അതാണ്ട് ഇടിച്ചാൽ തന്നെ. അയ്യോ ചേട്ടാ, സോറി ഗണ്ണൊന്നും വെക്കല്ലേ, സോറി. അപ്പോൾ വീഡിയോ കണ്ട പോലെ സോറി എന്നും പറയണ പോലെ എന്തായാലും പുതിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ പാർട്ട് 2 എടുക്കണേ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്. ഇത് ഗോൾഡൻ ടോയ്ലറ്റ്, അടിപൊളി. ഇവിടുത്തെ കമ്മീഷണർ സാറിന് ഇരിക്കാനുള്ളത് അതാ. ഇത്ര എന്താ പറയുക, ആ സെറ്റപ്പ് ആയിട്ട് വെച്ചിരിക്കണം, അവരുടെ റൂമായിട്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 എടുക്കുമ്പോൾ ഞാൻ മിക്കവാറും ഈ ജയിലിന് എസ്കേപ്പ് വീഡിയോ ആയിരിക്കും. രാത്രിയായി എസ്കേപ്പ് ആയിരിക്കും. നമ്മുടെ മൾട്ടിപ്ലെയർ വീഡിയോ ആയിരിക്കും മിക്കവാറും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനമായിട്ടാണ് ഇതിൻ്റെ അടുത്ത പാട്ട് മിക്കവാറും ഞാൻ ഒരു വീഡിയോയിൽ ഇടാം. ഇപ്പോൾ നമ്മൾ ജയിലിലാണ്, ഇനി ഇവിടുന്ന് ഇറങ്ങണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാനായിരിക്കും കേട്ടോ. ജയിൽ എസ്കേപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലെയർ വീഡിയോ തന്നെ ആയിരിക്കും ഇടേണ്ടത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മളെ ചോദ്യം ചെയ്ത് എന്തിനാണ് മുഖത്തൊക്കെ അടിച്ചെന്ന് പറഞ്ഞിട്ട് CCTV ആണ് ഫുള്ള്. അതുകൊണ്ട് ഞാനാണ് അപ്പോൾ അടുത്തെന്നാണ് ഇവിടുത്തെ ഇരിക്കുന്നൊരു സാറ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം പുതിയതായിട്ട് വീഡിയോ തരാം. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.